ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മിറാക്കിൾ മേക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല നാടൻ നെല്ലിൻ്റെ ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലപോലെ തവിടുള്ള അരിയുകൊണ്ട് ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ കഴുകിയ വെള്ളം ബക്കറ്റിൽ കൊണ്ടുപോയി ഒഴിക്കാനാണ് ഇങ്ങനെ പോണത്. അപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ ചെടികൾക്കൊക്കെ നനയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കറി കഴുകിയ വെള്ളമോ അരി കഴുകിയ വെള്ളം ഒന്നും വേസ്റ്റ് ആകാറില്ല. പുറത്തൊരു ബക്കറ്റിൽ കൊണ്ടുപോയി ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അരി കഴുകുക, കുതിർത്താൻ വയ്ക്കണം. അപ്പോൾ നമ്മളത് നന്നായിട്ട് കുതിർത്തുന്നതിന് മുമ്പ് നല്ല കല്ലുണ്ടാവും ഇതിൽ, നാടൻ അരിയല്ലേ. അപ്പോൾ നല്ലപോലെ അരിച്ചെടുക്കണം. കല്ലുണ്ടെങ്കിൽ കല്ലൊക്കെ കളഞ്ഞ് നല്ലപോലെ അരിച്ച് മാറ്റി വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് കുതിർന്ന് കിട്ടും അരി. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചു ഞാൻ. അപ്പോൾ അതൊരു 3-4 മണിക്കൂറിന് ശേഷമാണ് പിന്നെ കാണിക്കണത്. അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് വാരാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അരി പൊടിച്ചാണ് മാവ് കൂട്ടി വയ്ക്കണത്. സാധാരണ അരി അരച്ച് അങ്ങനെ മാവ് മിക്സ് ചെയ്യലാണ് പതിവ്. ഇന്നിപ്പോൾ അരി പൊടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നല്ലപോലെ വാരാൻ വേണ്ടി അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിത് ആവശ്യമുള്ള ഏലക്കായ ഞാനിപ്പോൾ ഇവിടെ 5 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചൂടാവാൻ വേണ്ടി അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അടുപ്പിൻ്റെ അവിടെ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ശർക്കര ഏകദേശം ഒരു 1/2 കിലോനോളം ശർക്കര വരും. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അരിയൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കുകയാണ്. നല്ലപോലെ നൈസായി പൊടിയണമെന്ന് ആവശ്യമില്ല. അത് നമ്മൾ നൈസാക്കി തരിച്ചെടുക്കണമെന്നും ആവശ്യമില്ല. ഉണ്ണിയപ്പത്തിനല്ലേ, അപ്പോൾ നമുക്ക് കുറേശ്ശെ തരി ഉണ്ടാകുന്ന കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പൊടിച്ച് വെച്ചിട്ടുണ്ട് അരിയൊക്കെ. അപ്പോൾ ശർക്കര ഉരുകി വന്നത് ചെറു ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മിക്സ് ചെയ്യുക. കയ്യിൽ വെച്ചല്ല, നിങ്ങൾ ആദ്യം തന്നെ കൈ വെച്ച് നല്ല മിക്സ് ചെയ്യണേ. എങ്കിലാണ് നമുക്ക് സൈഡിൽ പിടിച്ചിരിക്കണ കട്ട കെട്ടാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈ വെച്ചാണ് നല്ല മിക്സ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ഒരു ലൂസ് വേണം മാവിന്. ഒരുപാട് ടൈറ്റ് ആവാനും പറ്റില്ല, ഒരുപാട് ലൂസായി കിട്ടാനും പറ്റില്ല. അപ്പോൾ മാവ് കുറച്ചും കൂടെ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ വെള്ളം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നന്നായി വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മധുരമൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ടുള്ളൂ കേട്ടോ. ചിലർക്ക് മധുരം കൂടുതലുണ്ടാവും, ചിലർക്ക് മധുരം കുറവ് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ മാവ് നമ്മൾ മിക്സ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി വയ്ക്കണം. മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തും എള്ളും കൂടെ ആവശ്യമുണ്ട്. എള്ളും ഇതേപോലെ നമ്മൾ അരിച്ചെടുത്ത പോലെ എള്ളും നന്നായി കഴുകി കല്ലൊക്കെ മാറ്റി അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഫുള്ള് നമ്മൾ കടിക്കുന്ന കല്ലായിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചക്കാണ് ചേർക്കുന്നത് അരിഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടീസ്പൂൺ നെയ്യിൽ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വറുത്ത് കോരാനൊന്നും നിൽക്കുന്നില്ല. മാവ് കണ്ടോ, നല്ലപോലെ ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. എള്ളും നമുക്ക് കഴുകി കല്ല് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എള്ളിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ, വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇളക്കി
മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് നാടൻ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനലിൽ നിങ്ങൾ ഒരുപാട് റെസിപ്പികളൊന്നും പ്രതീക്ഷിക്കരുത്. നാടൻ ചക്കയോ മാങ്ങയോ ചേമ്പോ ചേനയോ നാടൻ റെസിപ്പികൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ചൂടാവാൻ വേണ്ടി വെച്ച ഏലക്കായ കൂടെ നമ്മൾ പൊടിച്ച് ചേർക്കുകയാണ് ഇതിലേക്ക്. അത് എല്ലായിടത്തും മിക്സ് ആവണ തരത്തിൽ ഇളക്കി കൊടുക്കുക. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണത് അടുപ്പിലാണ്. ഞാൻ അടുപ്പിലാണ് ഉണ്ണിയപ്പം ചെയ്യാറ്. കാരണം നമുക്ക് കുറച്ച് പിശുക്കൊക്കെ ഉള്ള കാരണം ഗ്യാസൊക്കെ ലാഭിക്കണ്ടേ. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയല്ലേ, എവിടെയൊക്കെ ലാഭിക്കാൻ പറ്റുമോ അതൊക്കെ അത്യാവശ്യം നോക്കണ്ടേ. അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഉണ്ണിയപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പിലാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നല്ലപോലെ മാവ് നിറയെ ഒഴിക്കണ്ട, കുഴി നിറയെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് കണ്ട പൊന്തി വരുന്നത്. ഞാനിതിലിപ്പോൾ സോഡാപ്പൊടിയോ പഴം കൂടെ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നല്ല, ശരിക്കും 3-4 പഴം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. മാവ് കൂട്ടി വയ്ക്കുമ്പോൾ നല്ലപോലെ പഴം ചേർത്ത് അരച്ചെടുത്ത് മാവിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കണം. ഇന്നിപ്പോൾ ഞാൻ പഴം കിട്ടാത്തതുകൊണ്ട് പഴമൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ എൻ്റെ ഉണ്ണിയപ്പം നന്നായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്, നല്ലപോലെ വീർത്ത് വരുന്നുണ്ട്. കണ്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത റൗണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഇതേപോലെ ചില ഉണ്ണിയപ്പങ്ങളൊക്കെ എന്നെ കുറേ നേരം ഇട്ട് കളിപ്പിച്ചു. തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാതെ ഉരുണ്ട് കളിക്കുകയായിരുന്നു എന്നെ കിടന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്.